ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണേ. തമിഴ്നാടാണ് ട്ടോ പോകുന്നത്. അപ്പൊ കറക്റ്റായിട്ടുള്ള സ്ഥലം ഏതാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളീ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സ്ഥലം മനസ്സിലാവുന്നുണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് കമന്റെയ്താ മതിട്ടാ. അപ്പൊ വൈകുന്നേരം ഒരു 7:30 ഒക്കെ ആവുമ്പഴത്തേക്കാണ് നമ്മള് ട്രെയിന് കേറിയിട്ടുണ്ടായിരുന്നത്. നമ്മളാണെങ്കില് പെട്ടെന്നെടുത്ത തീരുമാനം ആയതുകൊണ്ട് നമ്മള് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ട്ടോ. നമ്മള് ജനറലിലാണ് കേറിയത്. നമ്മള് കേറുന്ന മുന്നേ വിചാരിച്ചു ഫുള്ള് തിരക്കായിരിക്കുംന്ന്. പക്ഷെ ഫുള്ള് തിരക്കൊന്നും ഇല്ലായിരുന്നു ട്ടോ. ട്രെയിനിൽ വെച്ച് കഴിക്കാനായിട്ട് നമ്മള് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചോണ്ട് ഇങ്ങനെ നമ്മള് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് പോയിട്ടാ. ട്രെയിനില് പിന്നെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ അങ്ങ് ഫ്രീഡമോടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങ് പോവാൻ പറ്റിയിട്ടാ. അപ്പൊ അതിൻ്റെതായ ഒരു സന്തോഷം വേറെ തന്നെ ആയിരുന്നേ. നമുക്ക് നമ്മളുടേതായ രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്ത് പോവാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മള് കുറച്ച് മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കേറിക്കൊണ്ടുണ്ടായിരുന്നേ. കുറച്ചപ്പുറമൊക്കെ എത്തിയപ്പോൾ ഫുള്ളായിരുന്നു ട്ടാ സീറ്റ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം അങ്ങ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് തൃശ്ശൂറാണ് ട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് വേറൊരു ട്രെയിൻ കയറണം തമിഴ്നാട്ടിലോട്ട്. അങ്ങനെ ഈ ട്രെയിൻ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ തൃശ്ശൂരിലുള്ള ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു ട്ടാ. അപ്പൊ നിങ്ങളിത് കണ്ടില്ലേ, ഇവിടെ ആണെങ്കിൽ ഫുള്ള് തിരക്ക്. നിക്കാനോ ഇരിക്കാനോ ഒരു സ്ഥലം പോലും ഇല്ല. ഞാനാണെങ്കിൽ ഡോറിന്റെ ഒരു സൈഡില് മൂലക്ക് അങ്ങ് നിന്നോണ്ടുണ്ടായിരുന്നു ട്ടാ. ഫസ്റ്റ് ട്രെയിനിൽ കയറിയ സന്തോഷവും ഇതില് കയറിയ ആ ഒരു മുഖഭാവം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സംഭവം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്ടോ ഇങ്ങനെ പോവാനായിട്ട്. പിന്നെ പെട്ടെന്നുള്ള ഒരു തീരുമാനം ആയതുകൊണ്ട്, അത് മാത്രമല്ല ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ടിക്കറ്റ് ഒന്നും ഓൾറെഡി നമ്മള് മുമ്പേ ബുക്ക് ചെയ്യാണ്ട് പോയത് ട്ടാ. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാ നമ്മള് തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് ട്ടാ. ഇവിടെ എത്തിയതും ഇവിടെ ആണെങ്കില് ഭയങ്കരമായിട്ട് കുറേ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നേ. ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാല് മൂക്ക് പൊത്തിയിട്ടാണ് കുറേ സമയം ഇങ്ങനെ ട്രെയിൻ ഇരുന്നത്. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട്. നമ്മള് ട്രെയിൻ ഇറങ്ങാറായിട്ടോ. നമ്മളുടെ സ്റ്റോപ്പ് ഇങ്ങനെ എത്താനായി. രാവിലെ ആകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഉറക്കം ശരിയായില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. യാത്രാക്ഷീണം എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടുത്തെ വീടൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വീടാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകളാണ്. പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് കാണുന്നുള്ളത്. അങ്ങനെ നമ്മള് ട്രെയിനൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാല് എങ്ങനെയാ ഈ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ട്രെയിൻ ഇറങ്ങിയപ്പോൾ ആടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടാ. അങ്ങനെ ഫൈനലി നമ്മള് തമിഴ്നാട് എത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നേ, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും വീഡിയോ കാണണം. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഇടാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ ബൈ.